ഓക്കെ. ബ്രഹ്മലോകത്തിൽ നിന്നന്യുഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചന്ദ്രം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ അന്വേനേകൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവലം സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സിൽ ഞാൻ. സ്വതന്ത്രൻ പരിപൂർണൻ രാമനതത്രൻ തൻ നിജമായ ഗുണബിംബിതനായി ജഗദുദ്ഭവ സ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു. ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കേണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുമധ്യനുധ്യേയം. മാനാർത്ഥം മുന്നിലകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോദമം. നിർമ്മലം ശംഖുചക്രകുലിശമത്സ്യാങ്കിതം. മന്മനോനികേതനം കൽമഷവിനാശനം. നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ. ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനദ്വയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ. വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യാവാചകോപയമേതേന ജഗന്മയൻ. വാച്യനായി വരേണമേ വാക്കിന് സദാ മമ. കാര്യകാരണകർത്തൃഫല സാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്കു പോലും അറിവാനരുതല്ല. തന്മായാവിമോഹിത ചേർന്നതസാം അജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മനസ്സേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ. പുറത്തും അകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ. സത്വാദി ഗുണത്രയം യുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ. സക്താനാം മുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ. തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ. തത്വജ്ഞൻ നിർവമൻ നിഷ്കളൻ നിരഞ്ജനൻ. നിർഗുണൻ നിശ്ചലൻ നിർമ്മലൻ നിരാധാരൻ. നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ. സത്യജ്ഞാനാനന്ദാമൃതാത്മകൻ പരൻ. സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭോ. സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ. അച്യുതനാദിനാഥൻ സർവദേവതാമയൻ. നിന്തിരുവടിയായതത്രയും മൂഢാത്മായ അന്ധനായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര കുത്രാപി വസിച്ചീടിലും എല്ലാതാളും പോൽ തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണമെന്നൊഴിഞ്ഞ അപരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ.
നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യ പ്രഭം രാമം. കരസാരസയുഗ സുധൃത സരചാപം കരുണാകരം കാളജാൽ ജലജഭാസം രാമം. ജനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വല രത്നകുണ്ടലാഞ്ചിതം ഗന്ധം. കമലദളലോല വിമല വിലോചനം കമലോദ്ഭവനദം മാനസാരാമമീഢേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ. ലോകേശാത്മജയാം അഹല്യതാനും പിന്നെ ലോകേശ്വരനുജ്ഞയാ പോയിതു പവിത്രയായി. ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചിടിനാളഹല്യയും. സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം. ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവുമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്തേയീസുരാപായി ധരണീസുരഹന്താം പിതൃമാതൃഹാ ഭോഗി. പുരുഷാതമനേറ്റവും എങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം. ശ്രീരാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായിരിൽ പറയണമോ മോക്ഷം. സദ്യ സംഭവിച്ചിടും സന്ദേഹമേതും. സീതാ സ്വയംവരം. വിശ്വാമിത്രനും ആനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോ ഈ വണ്ണമരുൾ ചെയ്യാൻ. ബാലകന്മാരെ പോകമിതിലാപുരിക്കു നാം കാലവും വൃത കളഞ്ഞിടുകയരുതല്ലോ. മഹാദേവചാപം കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നുമിതിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാം ഇവർ ആരെന്ന് കേൾപ്പിക്കണം. നരനാരായണന്മാർ ആകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ. വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതി. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ, ഇവൻ ലക്ഷ്മണൻ മൂന്നാമൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടു പോന്നിടിനേനിതു കാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ഇത് കൊന്നാൽ പേടിയും തീർന്ന് സിദ്ധാശ്രമം പുക്കുയാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജ രജ സംപൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവന ആക്കിയിടിനാൻ. പരമേശ്വരമായ ശാപത്തെ കാൺമാനുള്ളിൽ
ഭാരം ആഗ്രഹമുണ്ട്, നീ അത് കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ ഉൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ശാപം. എന്നത് കേട്ടു മന്ത്രി പ്രവരൻ നടകൊണ്ട. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനക്കെന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്ന ചൊല്ലാവതൻ എനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുക എന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു. ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാൾ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമ ചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിടുന്നാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവൻ ഇതു കേട്ടു മന്ദം മന്ദു പോയി ചെന്നു നിന്നു കണ്ടതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്ന് അരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റുലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകൾ ഒക്കെ പരമാനന്ദം പൂണ്ടു ദേവനെ സേവിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ദേവനെ സ്തുതിക്കുകയും ദേവനെ സേവിക്കുകയും ദേവനെ സേവിക്കുകയും അസ്പര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവ ആരംഭ ഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസാദി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിച്ചൊഞ്ഞ ഒച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പല മാലയും ഇട്ടാൾ മുന്നേ. പിന്നാലെ വർണ്ണാർത്ഥ മാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. കുമിനന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്ന ആശയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്നിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ. പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി
വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പൂക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തി സന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യക്ഷനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവൻ വാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ ആഘോഷങ്ങളോടും മിഥിലാപുരം അകം പൂക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റു കൊണ്ടാൻ. വന്ദിച്ചു ദശാനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ധ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശോഭനായിരുന്നു ചെല്ലുന്നോ? ഇല്ല, ശോഭന ചെല്ലുന്നില്ല. ഓക്കെ. അർക്കപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചതു യഥായോഗ്യമുനി മുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ. സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം. തൊഴുതു ശ്രീരാമപാദാംഭോജം അനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും. തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദാംഭോജം. ഭക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു. ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നുട കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി. 4 പുത്രന്മാർ ഭവാൻ തനിക്കു ഉണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും സദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപം അതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്ന മണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്തിയ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ചേരി ദുന്തി വിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹിയെ രാമന് നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. തൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോട് നിന്നു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാൽ എല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. 3-ാം മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധി അർപ്പമായി എഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. യാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേൻ. അതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം. എന്നോടു മഹാമുനി താൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾ നീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാം അജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തിഗന്ധ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ
ഭൂമിയിൽ സൂര്യനെ വന്നവതരിച്ചത് രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായത് തവ വേശ്മനെ തൽക്കാരണാൽ സാദരം ശ്രീരാമന് കൊടുക്ക മടിയാതെ യുദ്ധം നാരദൻ അരുൾ ചെയ്തു മറഞ്ഞിതു. പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ച് എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്ന് മാനസേ തോന്നി പന്നക വിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയാം മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനൊന്ന് പൃഥ്വിപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും പോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാം ഉൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്ന് സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകസമനായ ചിൽ പുരുഷനെ നോക്കി പിപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖത്യോതായുധ സഹസ്രോദ്യോത രൂപത്തോടും ഖത്യോതാന്വയെ പിറന്നോരു നിന്തിരുവടി വിദുൽസംയുതന്മായ ജീമുദം എന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാങ്കമൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്ത പങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം. ഓം ശ്രീരാമേന്ദ്രായ നമഃ. സ്വൽപാദാംബുജകളേതാംബു ബിന്ദുക്കൾ ഉൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണ കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികൾ 600 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000 പത്തിയും 100,00,000 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്ക് രണ്ടും അടുത്ത ഒരു 10 മിനിറ്റ് നമുക്ക് ഭഗവാന്റെ ഗുണങ്ങളെപ്പറ്റി, ഭഗവാന്റെ രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക. വായനയിലുപരി വായനയിൽ എന്താണ് ലക്ഷ്യം? എഴുത്തച്ഛൻ 2 ലക്ഷ്യം വ്യക്തമായി നമുക്ക് പറഞ്ഞിരുന്നു. ഭഗവാൻ ശ്രീരാമൻ സാക്ഷാൽ പരബ്രഹ്മമൂർത്തി തന്നെയാണ്. ഇത് അഹല്യയുടെ ശ്രുതിയിൽ നമുക്ക് കാണുന്നു. അതുപോലെ വാൽമീകി രാമായണമാണല്ലോ അടിസ്ഥാനം ഇതിൻ്റെ. അവിടെ ഭഗവാന്റെ ഗുണങ്ങളെപ്പറ്റി, അപ്പോൾ ഈ രീതിയിലുള്ള ഗുണങ്ങൾ ഒരു മര്യാദ പുരുഷോത്തമൻ എന്ന രീതിയിൽ ഭഗവാനെ അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മഹാഭാഗ്യം എഴുത്തച്ഛൻ അല്പം കൂടെ പരിവർത്തനം വരുത്തി ഭഗവാനെ വ്യക്തമായി അവിടെ ഗൂഢാർത്ഥത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ലക്ഷ്യാർത്ഥത്തിൽ കൂടെ മനസ്സിലാക്കണമെങ്കിലും ഇവിടെ അദ്ദേഹം നമുക്ക് വ്യക്തമായി തന്നു സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് ശ്രീരാമൻ. അപ്പോൾ അതൊരു ഭാഗം. അതേസമയം ഭഗവാൻ ഒരു പരബ്രഹ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിലും ഭഗവാന്റെ വ്യവഹാരങ്ങളെല്ലാം മനുഷ്യരൂപത്തിൽ തന്നെയാണ് വ്യവഹാരം ചെയ്തത്. അല്ലാതെ
ഒരു പരബ്രഹ്മ സ്വരൂപമായിട്ട് വ്യവഹാരം ചെയ്തില്ല. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ലക്ഷ്യം? ഭഗവാന്റെ ഗുണവിശേഷങ്ങൾ കണ്ട്, അല്ലെങ്കിൽ രാമായണത്തിലെ ഗുണവിശേഷങ്ങൾ കണ്ട് നമ്മുടെ മനസ്സിൽ അത് പ്രതിഷ്ഠിച്ച് നമുക്ക് ശ്രീരാമനെ പോലെയുള്ളൊരു പരിവർത്തനം നമ്മുടെ ഗുണങ്ങളിൽ വരുത്തുക, അതിനുവേണ്ടി ഉള്ള ഒരു കാവ്യം ആണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം പരമാത്മ സ്മരണ നമുക്കുണ്ടാകുക എഴുത്തച്ഛൻ്റെ കാവ്യത്തിൽ കൂടെ, അദ്ദേഹം സ്തുതികളിൽ കൂടെ. വലിയ സ്തുതി ഭഗവാൻ തന്നെ ലക്ഷ്മണന് ഉപദേശിക്കുന്ന ഉപദേശം ആ ഭാഗം കഴിഞ്ഞു. ഇനി മുമ്പോട്ട് വീണ്ടും സ്തുതികൾ ധാരാളം, ഭഗവാൻ കൊടുക്കുന്ന ഉപദേശവും ധാരാളം. ഭഗവാൻ തന്നെ ദേവിയോട് ആവശ്യപ്പെടുന്നു ഹനുമാൻ നമ്മുടെ തത്വോപദേശിച്ചു കൊടുക്കാനായിട്ട്. ഈ ഭാഗങ്ങളൊന്നും നമ്മൾ ഒരുപക്ഷെ വാൽമീകി രാമായണത്തിൽ കണ്ടെന്നിരിക്കത്തില്ല. അത് നമുക്ക് പ്രത്യേകമായി ഒരു അനുഗ്രഹം എഴുത്തച്ഛൻ ചെയ്തു തന്നതാണ്. അപ്പം ഭഗവാന്റെ ഗുണങ്ങൾ മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ഒരു അവതാരം എന്തിനു വേണ്ടി? മനുഷ്യനെ ധർമ്മവും അധർമ്മവും എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതി വരും. അത് വരുമ്പോൾ ധാർമ്മികമായി തൻ്റെ ജീവിതം എങ്ങനെ നടത്തണം, ഏതെല്ലാം ഗുണവിശേഷങ്ങളാണ് ഈ ജനന മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, ഇതേപ്പറ്റി ബോധിക്കണം. നമുക്ക് മനനം ചെയ്യണം. വായന ആദ്യം, അത് ശ്രവണമായി നമ്മൾ കേട്ടാൽ, വായിക്കുക എന്ന് പറയുന്ന ശ്രവണം അതൊന്ന്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മനനം ചെയ്യുക. അതിൻ്റെ ഏത് ലക്ഷ്യാർത്ഥത്തിലാണ് ഈ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്തുതികൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനനം ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുക. അതിന് കഴിഞ്ഞ് ധ്യാനിക്കുക. എന്തിനു വേണ്ടി ധ്യാനിക്കുന്നത്? ആ ഗുണങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ സ്വഭാവം അതായി മാറാൻ വേണ്ടി. ഉദാഹരണത്തിന് ഭഗവാൻ ഗുണവാൻ, ഭഗവാന്റെ ഒരു ഗുണം, ശ്രീരാമന്റെ ഒരു ഗുണം നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ഗുണവാൻ. എന്താണ് ഗുണവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അദ്ദേഹം ഗുണം ചെയ്യുന്നവൻ. ആർക്ക് ഗുണം ചെയ്യുന്നു? എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും. അദ്ദേഹത്തിന് നാച്ചുറലി ഉണ്ടാകുന്ന ഒന്നാണ് ദയ, കരുണ, കമ്പാഷൻ, humility. You can see how humble he is when he was dealing with Vishwamitra Maharishi and other rishis, how humble he is. How humble he was to Kaikeyi. He was he angry? No, he was not angry. Why? He realized that അദ്ദേഹത്തിന് അറിയാം, കാമക്രോധ ലോഭ മോഹാദികളെല്ലാം ഓരോ ജീവന്റെ സ്വഭാവത്തിൽ നിന്ന്, പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതിനുള്ള പരിവർത്തനം വരാനുള്ള ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പരിവർത്തനം വരുത്തുന്നതിന് ആദ്യം വേണ്ടത് ആത്മജ്ഞാനമാണ്. നമ്മൾ വിചാരിക്കും അത് ചിലർക്ക് സ്വാഭാവികമായിട്ടുണ്ടല്ലോ, ചിലർ നല്ലവരുണ്ടല്ലോ, ചിത്തുണ്ടോ, ഇങ്ങനെയൊക്കെ വിചാരിക്കും. എങ്കിലും തൻ്റെ ഏതെന്നുള്ള ഒരു ഭാവം വരുമ്പോൾ ഉണ്ടല്ലോ, ബാഹ്യമായി പലരോടും സൗമ്യമായി ഇടപെടാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. നല്ലവനായി പെരുമാറുക, നല്ലവരായി പെരുമാറുക, ഇതൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ദയ ഇതൊക്കെ സാമാന്യമായും ചെയ്യാവുന്നതാണ്. സ്വാത്വിക സ്വഭാവം ചുരുക്കത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വാത്വിക സ്വഭാവത്തിൽ കൂടെയും ജനനമരണങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. ജനനമരണങ്ങളിലേക്ക് മാത്രമേ സ്വാത്വിക സ്വഭാവം നമ്മളെ എത്തിക്കുകയുള്ളൂ. രാജസികവും താമസികത്തിനെ പറയേണ്ടതില്ലല്ലോ. അപ്പൊ പിന്നെ എന്താണ് മാർഗം? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എല്ലാ ഭൂതങ്ങളെയും ഞാനായി കാണുക. ഞാൻ ഈ ശരീരം മനോബുദ്ധികളല്ല, ഈ ശരീരം ഞാനല്ല, ഈ മനസ്സ് ഞാനല്ല, ഈ ബുദ്ധി ഞാനല്ല എന്നുള്ള
അവഗമനം നമുക്കുണ്ടാകുക. അതിനെ സ്മരിച്ചുകൊണ്ട്, ആ ഭാവത്തെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. വ്യവഹാരത്തിൽ മറ്റെല്ലാ ജനങ്ങളും വ്യവഹരിക്കുന്നത് പോലെ വ്യവഹരിക്കാം, പക്ഷേ ആന്തരികമായി ഭിന്നമുണ്ടാകും. വ്യവഹാരത്തിൽ വ്യത്യാസം കണ്ടുവന്നിരിക്കത്തില്ല, ആന്തരികമായ വ്യവഹാരത്തിൽ വ്യത്യാസമുണ്ടെന്നത്. അങ്ങനെ ആത്മജ്ഞാനിയായിട്ട് ഓടുകൂടി വ്യവഹരിക്കാനാണ് ഭഗവാന്റെ നിർദ്ദേശം. ഇത് വളരെ വ്യക്തമാണ് ഉടനീളം നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം. ഭഗവത്ഗീതയിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളാണെങ്കിലും ഒക്കെ വളരെ വ്യക്തമാണ് ഈ ശാസ്ത്രം. ഉപനിഷത്തുകളിലും ഒക്കെ എപ്പോഴും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ഒക്കെ ജനക മഹാരാജാവിനെ എടുത്ത് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം വ്യവഹരിച്ചു കൊണ്ടിരുന്നു രാജാവായി, അതേസമയം അദ്ദേഹം ജീവൻ മുക്തനായിരുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ ജീവൻ മുക്തനായി ഇരുന്നു കൊണ്ട് വ്യവഹാരം മറ്റ് മനുഷ്യർ ചെയ്യുന്നത് പോലെ വ്യവഹരിച്ചുകൊണ്ട് ഈ പ്രാരബ്ധകർമ്മം നശിപ്പിക്കാനായിട്ട് സാധിക്കും. അവിടെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാരബ്ധകർമ്മം ഉള്ളതുകൊണ്ട്. പ്രാരബ്ധം തീരുന്നിടം വരെ ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആത്മജ്ഞാനത്തോടു കൂടിയാണെങ്കിൽ അത് ഭിന്നമാണ്. ഗുണവാൻ, കമ്പാഷൻ ഉണ്ടാകണം, ഹ്യൂമിലിറ്റി ഉണ്ടാകണം, ജനറോസിറ്റി ഉണ്ടാകണം, മറ്റുള്ളൊരു ദയ ഉണ്ടാകണം. ഇതെല്ലാം ഓരോ റിലേഷൻഷിപ്പിലും എല്ലാവരുമായിട്ടും, നല്ലവരുമായിട്ടും സ്നേഹിതരുമായിട്ടും എന്നാൽ സ്നേഹിതരല്ലാത്തവരുമായിട്ടും ചിലപ്പോൾ വ്യവഹരിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക, ശ്രീരാമനെ പോലെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഇതാണ് രാമായണം പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ രാമായണത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണോ അവരെ ദർശിച്ചിട്ട്, അവരെ കണ്ടുകൊണ്ട്, പഠിച്ചിട്ട്, ധ്യാനിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് ആക്കുക. എന്തിനു വേണ്ടി? അതിൽക്കൂടെ തൻ്റെ സ്വഭാവത്തെ പാകപ്പെടുത്തിയ ശേഷം മാത്രമേ കാമക്രോധാദികളുടെ ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനെ ജയിക്കണമെങ്കിലേ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിൽ പെട്ടുപോകും നമ്മൾ. അതാണ് കാരണം. ക്രോധത്തിൽ പെട്ടുപോയാൽ പെട്ടുപോയി കേട്ടോ. എത്ര ജ്ഞാനിയായെന്നിരിക്കട്ടെ, ജ്ഞാനിയായി ശരീരം ഉപേക്ഷിക്കുമ്പോൾ ക്രോധത്തോടു കൂടിയാണ് ശരീരം ഉപേക്ഷിക്കേണ്ടതെന്ന് വന്നു കഴിഞ്ഞാൽ, ആസക്തിയോടാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് വന്നാൽ പുനർജന്മം വന്നും തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്രം സുനിശ്ചയമായി ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. കാമ, ക്രോധ, ലോഭ, മോഹാദികളെ ത്യജിച്ചിട്ട് വേണം പരമാത്മ സ്വരൂപത്തെ തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനായിട്ട്. ഒരു വ്യക്തി ഏതൊരു സമയത്ത് മൂന്നായി കണ്ടുകൊണ്ട് ഞാനെന്ന് പറയുന്ന ശരീരവും ഞാനെന്ന് പറയുന്ന മനസ്സും ഞാനെന്ന് പറയുന്ന ആത്മാവും ഭിന്നമാണെന്നും, യഥാർത്ഥത്തിൽ ഈ ശരീരം നശ്വരമായ വസ്തു മാത്രമാണ്, അതുണ്ടായി സ്ഥിതി ചെയ്ത് അതാകുന്നതാണ്. അതുപോലെ സൂക്ഷ്മ ശരീരവും. എന്നാൽ ഉണ്ടാകാതെ എന്നും നിലനിൽക്കുന്ന ശാശ്വതമായ മാറ്റം വരാതെ എല്ലാത്തിനെയും ദർശിച്ചുകൊണ്ടും സാക്ഷ്യഭാവത്തിൽ നിന്നുകൊണ്ടും ഇരിക്കുന്ന മൂന്നാമത്തെ ആത്മാവെന്ന് നമ്മൾ പറയപ്പെടുന്ന അതാണ് യഥാർത്ഥത്തിൽ ഞാൻ. അവിടെ ജനനമോ മരണമോ ഇല്ലാത്തത് കൊണ്ട് അമൃത്യു എന്ന് പറയാം. നമ്മൾ പഠിച്ചു വായിച്ചു. ഇപ്പോൾ ദേവേന്ദ്രൻ
ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നു പോലും. അപ്പോൾ നോക്കിക്കോണേ നമുക്ക് ഒരു വൈരാഗ്യം ഉണ്ടാക്കാൻ നല്ലൊരു അവസരമല്ലേ? നമുക്ക് വൈരാഗ്യം ഉണ്ടാക്കി തരാനൊരു അവസരം ഉണ്ടാക്കി തന്നു എഴുത്തച്ഛൻ. എന്താണ് വൈരാഗ്യം? സ്വർഗാദി കാമലോഹങ്ങൾക്ക് വേണ്ടി യാഗാദി യജ്ഞങ്ങൾ നടത്തുന്നവര് സ്വർഗത്തിൽ ചെന്നാലും തൻ്റെ കാമാദികൾ മാറുന്നില്ല, മോഹമില്ലാതെയാകുന്നില്ല. അതല്ലേ ഉദാഹരണത്തിന് പഠിക്കേണ്ടത്. അപ്പം അതല്ല നമുക്ക് ആവശ്യം. സ്വർഗപ്രാപ്തി അല്ല നമുക്ക് ആവശ്യം. ഇന്ദ്രദേവനെ പോലെ ഒരു സ്വഭാവമല്ല നമുക്ക് ആവശ്യം. അവിടേക്ക് എത്തുകയല്ല നമുക്ക് ആവശ്യം. ഇന്ന് നമുക്ക് വൈരാഗ്യം ഉണ്ടാക്കാനുള്ള ഒരു കഥയാണിത്. പലപ്പോഴും പലരും ആ കഥയിലേക്ക് പോകും. പോകരുത്, കഥ എന്തുമായിക്കോട്ടെ, വാൽമീകി സൃഷ്ടിച്ചതാകാം, അഥവാ എഴുത്തച്ഛൻ സൃഷ്ടിച്ചതാകാം, ഏതെങ്കിലും മഹാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരാൻ, ഉപദേശം തരാനായിട്ട് അരുത്, നീ കഠിന പ്രയത്നം ചെയ്യേണ്ടത് ആവശ്യമില്ല, ധാരാളം പണം ചെലവാക്കി യാഗം നടത്തേണ്ട ആവശ്യമില്ല, അഗ്നിഹോത്രം നടത്തേണ്ട ആവശ്യമില്ല. അതെല്ലാം സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ്. അത് കിട്ടിയാലും നിനക്ക് ലക്ഷ്യമൊന്നുമില്ല. നിന്റെ കാമാദി ദുസ്വഭാവങ്ങൾ മാറുകയില്ല. അന്ധകരണ ശുദ്ധി നിനക്കുണ്ടാകുകയില്ല. അന്ധകരണ ശുദ്ധിയില്ലാതെ ജനനമരണങ്ങൾ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഈ ബോധത്തെ നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളുക എന്ന്. ധ്യാനിക്കുക, ഭഗവത് സ്വരൂപം ധ്യാനിക്കുക, മാറ്റുക. ഞാനെന്ന് പറയുന്ന ശരീരം, ഞാനെന്ന് പറയുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരവും ഞാനെന്ന് പറയുന്ന ആത്മാവും മൂന്നായി കാണാൻ ശ്രമിക്കുക. നീതിയിൽ കൂടെ അത് ഇതല്ല എന്ന് ഉള്ള ചിന്തനത്തിൽ കൂടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം ഉപേക്ഷിക്കുക. അപ്പോൾ ഉണ്ടാകുന്നത് നിർമ്മലമായ ആത്മാവ് മാത്രം. ഏതാ ചെല്ലി പിടിച്ച് ചന്ദനത്തടി എടുത്ത് ഉരച്ച് അതിലെ മാലിന്യം മാറ്റുമ്പോൾ ഇതുപോലെ സുഗന്ധമുണ്ടാകുന്നു. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവെയും നമ്മുടെ മനസ്സിനെയും വേർതിരിച്ച് ഈ ശരീരം ഞാനല്ല, ഈ ബുദ്ധി ഞാനല്ല, ഞാൻ അശുദ്ധമായ ആത്മാവാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാക്കിയെടുക്കാൻ അവസരമുണ്ടാവട്ടെ. Asato ma tadgamaya tamaso ma jyotirgamaya mrityorma amritam gamaya. Om Shanti Shanti Shanti. Om Sri Guru Pyo Namaha. Harihi Om.